ഇന്നെന്ന പോലൊരു സുദിനത്തിൽ ബേത്ലഹേമിൽ നമുക്ക് വേണ്ടി ജാതനായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് ആഘോഷത്തിന്റെ ഒരു ദിവസമാണല്ലോ. എന്നാൽ ആഘോഷത്തിന് അപ്പുറമായിട്ട് നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ കഴിയുക? അത് നമ്മെ ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളായ നന്മയുടെയും കരുണയുടെയും കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങളാണ്. കൂടാതെ മനുഷ്യത്വത്തിന്റെയും പഠിപ്പിക്കലുകളാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ എല്ലാവർക്കും ഒരുപോലെ, അതായത് അവരുടെ വ്യത്യാസങ്ങളെ മറന്നുകൊണ്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമായാണല്ലേ ക്രിസ്മസിനെ നമുക്ക് കാണാൻ പറ്റുക. ദൈവം മനുഷ്യനായി പിറന്നത് നമ്മളെ ഓരോ മനുഷ്യരെയും ദൈവികരാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. അതുപോലെ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചാൽ മതി നമ്മുടെ ജീവിതം മനോഹരമാക്കി തീർക്കാൻ നമുക്ക് കഴിയും. എന്തൊക്കെയാ 4 കാര്യങ്ങൾ? ഒന്നാമതായിട്ട് ഭക്ഷണം, 2 ഭാഷണം, 3 ഭൂഷണം, 4 വീക്ഷണം. അപ്പം ഭക്ഷണം എന്ന് പറയുമ്പോ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണമെന്നാണ് അർത്ഥം അല്ലേ? നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് മാത്രമല്ല, പക്ഷെ ആ ഭക്ഷണത്തിന് പുറകിൽ എത്രയോ പേരുടെ അധ്വാന ഫലമാണ്. ആ ചിന്ത നമുക്കുണ്ടാകണം. അത് കൂടാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പങ്ക്, നമ്മൾ കഴിക്കുന്ന ഒരു പങ്ക് മാറ്റി വെക്കുവാനും നമ്മൾ ഓർക്കേണ്ടത് നല്ലതാണ്. 2ാമത് ഭാഷണം. നാം എന്താണ് പറയുന്നതെന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നാവൊരു തീയാണെന്ന്. നാവൊരു തീ എന്ന് പറയുമ്പോഴത്തേക്കും നാവിന് അത്രയും ശക്തി ഉണ്ടെന്നല്ലേ അർത്ഥം? അതായത് ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് നാവ് കൊണ്ട്. എന്നാൽ ആ നാവ് കൊണ്ട് നമുക്ക് അയാളെ സന്തോഷിപ്പിക്കാനും കഴിയുമല്ലേ? കറക്റ്റാ പറഞ്ഞത്. കാരണം നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ നമ്മുടെ നാവ് കൊണ്ടാണ് നമുക്ക് കഴിയുന്നത്. നമ്മളൊരു മനോഹരമായ വസ്ത്രം ധരിച്ചാൽ അത് പുറമേ ഉള്ള കാഴ്ചയ്ക്ക് ഭംഗി ഉള്ളതായിരിക്കും. എന്നാൽ നമ്മുടെ അകത്തെ സൗന്ദര്യം തിരിച്ചറിയുന്നത് നാം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മാത്രമാണ്. 3ാമതായിട്ടുള്ളത് ഭൂഷണമല്ലേ? ഭൂഷണം എന്ന് പറയുമ്പോ ഒരുക്കം. നമ്മള് ആടയാഭരണങ്ങൾ, കമ്മലിടുന്നു, മാലയിടുന്നു, വളയിടുന്നു, അതൊക്കെ നമ്മുടെ ബോഡിയെ നമുക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിന്റെ അപ്പുറമായിട്ട് നമ്മുടെ ആത്മാവിന് ചില ഒരുക്കങ്ങൾ വേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ആത്മാവിനെ നന്നായി അലങ്കരിക്കണമെങ്കിൽ, അതിന് ഭൂഷണം ഉണ്ടാകണമെങ്കിൽ ദൈവവചനം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പങ്കിടുകയും ചെയ്യുമ്പോഴല്ലേ ആത്മാവിനൊരു ഭൂഷണം ഉണ്ടാവുക. അതെ, വളരെ ശരിയാണ്. സ്നേഹവും സൗമ്യതയും ശാന്തതയും തുടങ്ങിയ മൂല്യങ്ങൾ നമ്മുടെ ആത്മാവിനെ മോടി പിടിപ്പിക്കും. അപ്പോ പുറമേയുള്ള മോടി പിടിപ്പിക്കലിനപ്പുറമായി അകമേയുള്ള ആത്മാവിനെ ആണ് നമ്മൾ മോടി പിടിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത് അല്ലെ? അതെ. 4ാമതായി വീക്ഷണം. നമ്മുടെ വീക്ഷണങ്ങൾ എങ്ങനെയുള്ളതാണ്? നമ്മുടെ ജീവിത വീക്ഷണങ്ങൾ അശുദ്ധമാണോ വിശുദ്ധമാണോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മൂല്യമുള്ളതായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നുവല്ലോ. കർത്താവെ, നല്ല ഭാഷണമുള്ളവരായി തീരുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നല്ല ഭൂഷണത്തോടുകൂടി ജീവിക്കുവാനും നീ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൂടി പങ്കിടുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ജീവിതത്തെ നല്ല ഒരു വീക്ഷണത്തോടുകൂടി കാണുവാൻ കർത്താവെ നീ അവിടുന്ന് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ.